അദ്ദേഹം എല്ലാവരെയും അനാവശ്യങ്ങൾ വിളിച്ചു പറയും. വെടി എന്ന് പറയും. കാരണം ഇദ്ദേഹം വെടിപ്പണിക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് 100 വട്ടം അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇപ്പൊ അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ, സ്വാഭാവികം അല്ലേ? അദ്ദേഹത്തിന് വിചാരങ്ങളൊക്കെ ഉണ്ടാകില്ലേ? ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭിക്ഷാന്തേഹിയാണ്. ഭിക്ഷ എടുത്ത് ജീവിക്കണം. അദ്ദേഹത്തിനാണല്ലോ വലിയ ബെഡ്റൂം വേണം, വലിയ വീട് വേണം, 6 അടി മണ്ണ് വേണം. അതുകൊണ്ട് നിങ്ങളെ സുഖിപ്പിക്കുന്നതിന്റെ പേര് നിങ്ങൾ എനിക്ക് പാരിതോഷികമായി നൽകണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അതിന്റെ പ്രതിഫലം നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ആരെങ്കിലും പറയോ? അപ്പോ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ മദ്രസ പൊട്ടന്മാരായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ വലയിൽ മുട്ടുകുത്തി വീഴുമെന്ന് നന്നായിട്ട് ഇവർക്ക് അറിയാമായിരുന്നു, ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ ഇയാള് വിചാരിച്ചത് മുട്ടുകുത്തി വീഴുന്ന, പക്ഷെ അവർ ഉച്ചയും കുത്തിയാ വീണത് എന്നുള്ള കാര്യം പിന്നീട് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചു. അദ്ദേഹം ഇസ്ലാമിസ്റ്റുകളെ എങ്ങനെ സുഖിപ്പിക്കാം. ഇപ്പോ മോൻസൺ മാവുങ്കലിനെ നമുക്കറിയാം, ക്രിസ്ത്യനാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് 4 ചീത്ത പറയുമ്പോ അതില് സുഖിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഫണ്ട് ഇദ്ദേഹത്തിന് കൂടുതൽ കിട്ടും. അങ്ങനെ ഇയാള് കുറച്ച് മുറി അറബിയും പഠിച്ചു വെച്ചിട്ട് ഇദ്ദേഹം അത് ഉരുവിട്ടിട്ടാണ് ഇപ്പോ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം അള്ളാഹുവിനെ കുറിച്ചിട്ട് 4 നല്ല വാക്ക് പറഞ്ഞാൽ ഓ സാമി, പിന്നീട് സാമി തന്നെയാണ് ഇവരുടെ ലോകം. അപ്പൊ അങ്ങനെ സാമി സുഖിപ്പിക്കുന്നതിനനുസരിച്ച്, സാമി പിന്നെ പൊക്കുന്നതിനനുസരിച്ച് പൊങ്ങുമെന്ന് നമുക്കും അറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് അയാളങ്ങ് പൊങ്ങിക്കൊടുക്കും. അയാൾ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത നമ്പർ 1 വിവരദോഷിയാ. ഒരു വിഷയങ്ങളെ കുറിച്ചിട്ടും ഒരു അറിവുമില്ല. ഇങ്ങനെ വാദോരാതെ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള രൂപത്തിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വെക്കുക. അപ്പൊ എന്നെ 1-2 തവണ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല വൃത്തിയായിട്ട് കൊടുത്തു. അപ്പം ഇനി പിന്നീട് എന്നെ പറഞ്ഞു വന്നിട്ടില്ല. ഇനി വന്നാൽ ഞാൻ കുറച്ച് ഉന്നി വെച്ചിട്ടുണ്ട്. ശരിക്കും കൊടുക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്.